ഒളിമ്പ്യൻ ജിൻസൺ ജോൺസൺ വിരമിച്ചു. ഒട്ടനവധി നേട്ടങ്ങൾ കഴിഞ്ഞ 16 വർഷത്തിനിടെ നേടിയാണ് ഈ വിരമിക്കൽ പ്രഖ്യാപനം. 2018 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്കായി 1500 മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയിരുന്നു. ജിൻസൺ ഇപ്പോൾ തത്സമയം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിൻസൺ, ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്നതിനുള്ള നന്ദി ആദ്യം അറിയിക്കട്ടെ. ഓക്കെ, ചോദിക്കാനുള്ളത് ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒരു വിരമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം കായിക താരത്തിനാണെങ്കിലും ഏതൊരു പ്രൊഫഷനിലുള്ള ആൾക്കാണെങ്കിലും വിരമിക്കുന്ന ദിവസം, ആ നിമിഷം വളരെ ഇമോഷണൽ ആയിരിക്കും. എന്താണ് ഇപ്പോൾ മനസ്സ് പറയുന്നത്? എന്താണ്? ഞാൻ ഒരുപാട് സന്തോഷവാനാണ്. കാരണം അത്ലറ്റിക്സ് എന്ന് പറഞ്ഞ ഇവന്റ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് പേര് സക്സസ് ആവാണ്ട് പോയിട്ടുണ്ട്, ഇഞ്ചുറി, പെർഫോമൻസ് ഇല്ലാണ്ട്, അങ്ങനെ പല കാരണത്താല്. അപ്പം ഞാൻ ചക്കിട്ടപ്പാറ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് എൻ്റെ കരിയറിന്റെ തുടക്കം. അവിടുന്ന് തുടങ്ങിയിട്ട് എനിക്ക് റിയോ ഒളിമ്പിക്സിലും അതുപോലെ ഏഷ്യൻ ഗെയിംസിലൊക്കെ മെഡൽ നേടാനായി. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സന്തോഷവാനാണ്. പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ആഗ്രഹമായിരുന്നു നല്ലോണം പെർഫോം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ സ്പോർട്സ് നിർത്തണം എന്നുള്ളത്. അപ്പം എന്റെ ലാസ്റ്റ് കോമ്പറ്റീഷൻ ഹാങ്ജോ ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു 2023. അതിൽ എനിക്ക് ബ്രോൺസ് മെഡൽ വിൻ ചെയ്യാൻ സാധിച്ചു. അപ്പം അതിലും ഒരുപാട് സന്തോഷമുണ്ട്. ജിൻസൺ, കരിയറിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമുണ്ടോ, സംതൃപ്തിയുണ്ടോ? അതായത് ചെയ്യാൻ ആഗ്രഹിച്ചതൊക്കെ ചെയ്തു എന്നൊരു തോന്നലുണ്ടോ? അതെ, ഏതൊരു അത്ലറ്റിന്റെയും ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൺട്രിക്ക് വേണ്ടത് ഒളിമ്പിക്സിൽ മെഡലാണ്. പക്ഷെ ഒളിമ്പിക്സിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് സാധിച്ചുള്ളൂ. എന്നാലും എന്റെ അവസാനമായപ്പോൾ എന്റെ കരിയറിന്റെ സമയമായപ്പോൾ എനിക്ക് ഒരു ഏഷ്യൻ ലെവലായിരുന്നു മെഡൽ നേടാൻ എനിക്ക് മാക്സിമം പറ്റുള്ളായിരുന്നു. അപ്പൊ ആ ഒരു നേട്ടം എനിക്ക് നേടാൻ പറ്റിയിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ ലാസ്റ്റ് ഏഷ്യൻ ഗെയിംസിൽ എനിക്ക് ബ്രോൺസ് മെഡൽ നേടാൻ സാധിച്ചിട്ടുണ്ട്. 2019 ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. 2019 താങ്കൾ 23 വർഷം പഴക്കമുള്ള ദേശീയ റെക്കോർഡാണ് തകർക്കുന്നത്. 1500 മീറ്ററിൽ 3 മിനിറ്റ് 35.24 സെക്കൻഡ്. അതിപ്പോഴും റെക്കോർഡായി തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എത്രത്തോളം വിലപ്പെട്ടതാണ് താങ്കളുടെ കരിയറിലെ? കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയുള്ള എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 നാഷണൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു. ഒന്ന് 23 വർഷം പഴക്കമുള്ള ബഹദൂർ പ്രസാദിന്റെ 1500 മീറ്ററിന്റെ റെക്കോർഡ്. അതുപോലെ തന്നെ 42 വർഷം പഴക്കമുള്ള 800 മീറ്ററിൽ ശ്രീരാം സിംഗിന്റെ റെക്കോർഡ്. ആ റെക്കോർഡ് ഇപ്പം അഫ്സല് എന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മലയാളിയാണ്, പാലക്കാടുകാരനാണ്. എന്നിരുന്നാലും എനിക്ക് ഒരു പടി ഇന്ത്യൻ അത്ലറ്റിക്സിന് മുമ്പോട്ട് എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് ഒരുപാട് സന്തോഷമുണ്ട്. അതിലൊരു ഭാഗമാണ് അത്ലറ്റിക്സ് ഇമ്പ്രൂവ് ആവുന്നത്. ജിൻസൺ, അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇപ്പം 42 വർഷം പഴക്കമുള്ള 800 മീറ്ററിന്റെ റെക്കോർഡ് ജിൻസൺ തകർത്തു. അത് ദേശീയ റെക്കോർഡ് തകർക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ആ ഗണത്തിലുള്ള ഏറ്റവും വേഗതയുള്ള താരമായി മാറുക എന്നുള്ള വലിയ സന്തോഷമാണ്. പിന്നീട് അപ്പോഴുണ്ടാകുന്ന സന്തോഷമാണോ, താങ്കളുടെ റെക്കോർഡ് പിന്നെ മറ്റൊരാൾ തകർക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണോ? ഏതാണ് വലുത്? സത്യം പറഞ്ഞാല് റെക്കോർഡ് നമ്മളെ പേരുള്ളപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമാണ്, അതൊരു സത്യമാണ്. പക്ഷെ അത് ബ്രേക്ക് ചെയ്യുമ്പോഴും നമുക്ക് അതിനെ ആക്സെപ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ അത്ലറ്റിക്സ് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്.